ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗലാട്ട പ്ലസിലൂടെ ഭരദ്വാജ് രംഗന് ഗൗതം വാസുദേവൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് റിവ്യൂലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗൗതം വാസുദേവനെ മമ്മൂക്കയായിട്ട് സിനിമ ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഇരിക്കെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു കുറച്ച് ക്ലോസ് ആവുകയാണ്. അങ്ങനെ ഗൗതം വാസുദേവ് മേനോൻ ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സ്റ്റോറി ആയിട്ട് മമ്മൂക്കയുടെ മുമ്പിൽ എത്തുകയാണ്. അപ്പൊ മമ്മൂക്ക പറയുന്നു, ആ ഒരു ജോണർ കേട്ടപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ ഓൾറെഡി ഞാനും ചെയ്തിട്ടുണ്ട്, മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് അത്തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട്, സോ ഞാൻ അത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് 10 മിനിറ്റിൽ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. പക്ഷെ ഗൗതം വാസുദേവ് മേനോൻ ആ സ്റ്റോറിയിൽ അത്രയും കോൺഫിഡന്റ് ആണ്, മമ്മൂക്ക അത് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം മമ്മൂക്കയോട് ഫുൾ ആയിട്ട് സ്റ്റോറി നരേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അത് കേട്ടതിന് ശേഷം മാത്രം ഡിസിഷൻ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമ ചെയ്യണ്ടാമെന്ന് പറയുന്നു. അങ്ങനെ മമ്മൂക്കയോട് ഫുൾ സ്റ്റോറി നരേറ്റ് ചെയ്യുമ്പോൾ മമ്മൂക്ക അതിൽ കൺവിൻസിങ് ആവുകയും മമ്മൂക്ക സിനിമ ചെയ്യാമെന്ന് പറയുക മാത്രമല്ല, മമ്മൂക്ക തന്നെ ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും കൂടി പറയുന്നു. സോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരിക്കും മമ്മൂക്കയെ ഇത്ര അധികം അതിലോട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫാക്ടർ? കാരണം ഒരുപാട് ത്രില്ലർ സിനിമകൾ ഇറങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ ഒരു സിനിമ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു? ഒന്നും കാണാതെ മമ്മൂക്ക ഒരു സിനിമ എടുക്കില്ല എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ഈ ഒരു സിനിമ മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്യാമെന്നും പറയുന്നു. എന്താണ് മമ്മൂക്കയുടെ പിന്നിൽ ആ ഒരു കോൺഫിഡൻസ് എന്നുള്ളത് പറയാനായിട്ട് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആണ്. കാരണം ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് സീക്വൻസ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് പോർഷൻ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ത്രില്ലർ സിനിമകൾ കാണുന്ന ഒരാളായിരിക്കാം നമ്മളെങ്കിൽ പോലും ഇതിലൂടെ നമ്മൾ കാണുന്ന ഒരു ക്ലൈമാക്സ് പോർഷൻ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് പോർഷൻ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അത് ഗംഭീരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീക്വൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിന്റെ ഷോർട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റിംഗ് തുടങ്ങുന്ന ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ തന്നെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ വലിയ സംഭവമാണ് ക്ലൈമാക്സിൽ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഒരു സിനിമ ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ പോകുന്ന വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയാണ്. സോ ആ ഒരു ലെവലിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു മാസ് സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇതൊരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള മാസ് എലമെന്റ്സ് ഉള്ള ഒരു മൂവിയല്ല. കഥയ്ക്കും കഥാഗതികൾക്കും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മൂവിയാണിത്. മുമ്പിറങ്ങിയിട്ടുള്ള രേഖാചിത്രം പോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കും ഒരു ഇന്റർവെൽ പഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാണുന്ന പ്രേക്ഷകന് ബ്രേക്ക് എടുക്കണം എന്ന് കരുതിക്കൊണ്ട് മാത്രം ഇന്റർവെല്ലാണ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻ ഗംഭീരമാണെന്ന് പറയാമെങ്കിലും ഇതിന്റെ മുമ്പുള്ള 2 മണിക്കൂർ വളരെ ക്രൂഷ്യലാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ 2 മണിക്കൂറിൽ യാതൊരുവിധ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു എലമെന്റ്സോ ഒരു വാവ് ഫാക്ടറോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ 2 മണിക്കൂർ ഞാൻ കണ്ടിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. ബട്ട് ക്ലൈമാക്സ് എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബട്ട് എല്ലാ പ്രേക്ഷകരും ആ 2 മണിക്കൂർ എങ്ങനെ അവര് കാണുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളത് മേ ബി ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് അത് ബോറിംഗ് ആയിട്ടായിരിക്കും തോന്നുക, ചിലർ ചിലപ്പോൾ എൻജോയ് ചെയ്യും. കാരണം അതിനിടയിൽ 2 മണിക്കൂർ ആ ഒരു പീരീഡിനിടയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമഡികൾ വരുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ബട്ട് ഈ കോമഡികളും ആക്ഷൻ സീക്വൻസുകളും ഒന്നും തന്നെ സിനിമയുടെ ഒരു മൂഡിനോ അല്ലെങ്കിൽ സിനിമയുടെ പേസിനോ യാതൊരുവിധ ചേഞ്ചസും വരുത്തുന്നില്ല. അവരങ്ങനെയായിരിക്കും അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഫീൽ ആണ് സിനിമ തരുന്നത് ബിക്കോസ് ഓഫ് ദിസ് ഫസ്റ്റ് 2 hours. കാരണം അതിലൊന്നും തന്നെ നമുക്ക് ഇംപ്രസീവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. അവിടെ എന്തെങ്കിലും ഇംപ്രസീവ് ആയിട്ടുള്ള എലമെന്റ്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തിരുന്നു എങ്കിൽ സിനിമ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു റിസംഷൻ കിട്ടുമായിരുന്നേനെ എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയുടെ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, കൊച്ചിയെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ നടക്കുന്നത്. ഡൊമിനിക് എന്ന് പറയുന്ന പോലീസിൽ നിന്ന് VRS എടുത്ത് നിൽക്കുന്ന ഒരു ഡിറ്റക്റ്റീവ്, അദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റിനെ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റിനെ കിട്ടുന്നു. സോ അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സോ അവിടെയുള്ള ഒരു ഓണർക്ക് ഒരു ലേഡീസ് പേഴ്സ് കളഞ്ഞു കിട്ടുകയാണ്. സോ ഈ ലേഡീസ് പേഴ്സിന്റെ ഓണറെ നീ കണ്ടുപിടിക്കണം എന്ന് പറയുകയും തുടർന്ന് ഈ ലേഡീസ് പേഴ്സിന്റെ ഓണറെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിൽ ചെന്നെത്തുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള പല തലങ്ങളിലോട്ടും പല ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളിലോട്ടാണ് ഇതിന്റെ കേസ് അന്വേഷണങ്ങളും കാര്യങ്ങളും പോകുന്നത്. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. സോ ദെൻ ഇതിന്റെ സ്റ്റോറി തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയണം. കാരണം അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളിലോട്ട് എത്തുന്നതും കിട്ടില്ലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അതിന്റെ സ്റ്റോറി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് നീരജ് രാജനാണ്. ഗംഭീരമായിട്ടുള്ള സ്റ്റോറി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബട്ട് ആ ഒരു ഫസ്റ്റ് 2 hours ഇംപ്രസീവ് അല്ലാത്ത ഒരു എലമെന്റ്സ് ഒച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ വേറൊരു ലെവലിലോട്ട് സിനിമ പോയെന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായത്. ബട്ട് ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി സിനിമയ്ക്ക് ഉണ്ട്. ഓൾസോ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത് നീരജ് രാജനോടൊപ്പം തന്നെ സൂരജ് രാജനും ഗൗതം വാസുദേവ് മേനോനും കൂടിയിട്ടാണ്. പെർഫോമൻസുകൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക ഗംഭീരമായിട്ട് ഡൊമിനിക് എന്ന് പറഞ്ഞ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു VRS എടുത്തിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, ചെറിയ രീതിയിലുള്ള പൊങ്ങച്ചം പരിപാടികൾ പുള്ളിക്കാരനുണ്ട്.
അപ്പോൾ ചെറിയ രീതിയിൽ ഉടായ്പകളും ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആ ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ആലോചിക്കുകയാണ്, കാരണം മമ്മൂക്ക ഇതുവരെ ഒരുപാട് പോലീസ് വേഷങ്ങൾ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം. മുമ്പേ ചെയ്തിട്ടുള്ള വേഷങ്ങളായിട്ട് ഒരു തരത്തിലും സാമ്യം തോന്നാത്ത രീതിയിൽ ഒരു പോലീസ് വേഷം ചെയ്യണം എന്ന് പറയുമ്പോൾ എങ്ങനെ മമ്മൂക്ക അത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഇതുവരെ മമ്മൂക്ക ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ നിന്നും വളരെയധികം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മമ്മൂക്കയെ കൂടാതെ തന്നെ ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരൊക്കെ ഉണ്ട്. സോ അവരുടെ വേഷങ്ങൾ അവർ ഭംഗിയായിട്ട് ചെയ്തതിന് അപ്പുറത്തേക്കായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരാളുടെ പ്രകടനം ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എടുത്തു പറയണമെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പറയാം. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് സിനിമയിലുണ്ട്. അത് എനിക്ക് വളരെയധികം എന്നെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഇതിന്റെ ടെക്നിക്കൽ സൈഡും എടുത്തു പറയണം. എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സിലോട്ട് എത്തുന്ന സമയത്താണ് എനിക്ക് അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിന്റെ ആ ഒരു വാല്യൂ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന്റെ ക്ലൈമാക്സ് പോർഷൻ വാസ് സൂപ്പർബ് എന്ന് വേണം പറയാനായിട്ട്. സിനിമാഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു ദേവ്, എഡിറ്റിംഗ് ആന്റണി, ആൻഡ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഡർബുക്ക ശിവയാണ്. സോ നമ്മുടെ മുതൽ നീ മുടിവ് നീ എന്ന് പറഞ്ഞ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. സോ ആ ഒരു ക്ലൈമാക്സ് പോർഷൻസ് വാസ് സൂപ്പർബ്. ഞാനത് കുറേയധികം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ എത്രത്തോളം ആ ഒരു സീൻ കണ്ട് സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളത്. സോ സൂപ്പർബ് ആയിരുന്നു ആ ഒരു സീൻസ് കാര്യങ്ങൾ. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു അബവ് ആവറേജ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു മൂവി ആയിട്ടാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കി നോക്കാം. കാരണം ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആണ് മെയിൻ ഹൈലൈറ്റ്. അതുവരെയുള്ള എലമെന്റ്സുകൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ക്ലൈമാക്സിലാണ് വലിയ ഒരു ബാങ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോഡിലാണ് സിനിമ പോകുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഒരു ഭയങ്കര വെടി പോകാം ബഹളമയം അങ്ങനെ ഒരു ക്ലൈമാക്സ് അല്ല ഇതിൽ വെച്ചിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ എന്നെ വളരെയധികം അത് ഇംപ്രസ് ചെയ്യിപ്പിച്ചു. എല്ലാവർക്കും അങ്ങനെ ആവും എന്നുള്ളത് അറിയില്ല. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു കാണുമ്പോഴേക്കും ഗുഡ് ബൈ.